വളരെ വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. കാരണം ഷിർക്ക് എന്നെ ലളിതവൽക്കരിക്കുക, അങ്ങനെ ചെയ്താൽ ഷിർക്കാവില്ല, ഇങ്ങനെ ചെയ്താൽ ഷിർക്കാവില്ല, ഇന്നലെ മാതിരി വിളിച്ചാൽ ഷിർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് അതിന് എന്തിനാണ് ലളിതവൽക്കരിക്കുന്നത്? അതിനെ ലളിതവൽക്കരിക്കുന്നതിന്റെ ഫലമായി കിട്ടാൻ പോകുന്ന ലാഭം എന്താണ്? അത്രയും പേടിപ്പിച്ചു നിർത്തേണ്ട ഒരു സംഗതിയിൽ ലളിതവൽക്കരിച്ചുകൊണ്ട് എന്തിനാണ് പാവപ്പെട്ടവർ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത്? അപ്പൊ വലിയ വലിയ മത രംഗത്തുള്ള ആളുകൾ വലിയ വലിയ പ്രസംഗപീഠത്തിൽ നിന്ന് അതൊന്നും സാരമില്ല, അങ്ങനെ വിളിച്ചാൽ ശരിയാ, കുഴപ്പമില്ല, ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന ഈ ഷിർക്കിനെ കുറിച്ചുള്ള പേടിയെ ലളിതവൽക്കരിക്കുന്നതിന് പിന്നിലുണ്ടാകുന്ന തെറ്റായ പ്രവണതയെ തിരിച്ചറിയാൻ കഴിയണമെന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചാലഞ്ച്. ഉദ്ദിഷ്ട കാര്യം സാധിക്കാൻ നിങ്ങളുടെ ചെരുപ്പിന്റെ വാററ്റാൽ പോലും നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. അള്ളാഹു നിങ്ങളുടെ അടുത്തുണ്ട്, അള്ളാഹു ദയാലുവാണ്, നിങ്ങൾ ചോദിച്ചോളി ഞാൻ ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വാക്കിനെ ലംഘിച്ചുകൊണ്ട് ചോദിക്കാൻ മറ്റാരുടെ അടുത്തേക്കും പോകുന്ന വിധത്തിലുള്ള പരസ്യങ്ങൾ കൊടുത്ത് ആളുകളെ വഴിതെറ്റിക്കുന്ന ഭക്തി പ്രസ്ഥാനം ഭക്തി വ്യവസായം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതും ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്.